വർഷങ്ങൾക്ക് മുൻപ് സക്സസ്ഫുൾ ആയി റൺ ചെയ്തുകൊണ്ടിരുന്ന ഈവിൾ ബ്രാറ്റ് എന്ന TV പ്രോഗ്രാം ഇതിലെ ഹീറോ ആയ ബൽത്തസാർ ബ്രാറ്റിന് പ്രായമായതോടു കൂടിയിട്ട് ഇതിന്റെ നിർമ്മാതാക്കള് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇതില് സങ്കടം വന്ന ബ്രാറ്റ് പിന്നീട് യഥാർത്ഥത്തില് ഒരു വില്ലനായി മാറി. ഈ നാട്ടുകാരെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് വിലപിടിപ്പുള്ള ഒരു ഡയമണ്ടാണ് അവൻ മോഷ്ടിക്കാനായി ശ്രമിക്കുന്നത്. ഇതറിഞ്ഞ AVL നമ്മുടെ ഗ്രൂവിനോടും ലൂസിയോടും ഈ മോഷണത്തെ തടുത്തു വെക്കാനായി പറയുന്നു. ബ്രാറ്റിന്റെ വലിയ സ്പേസ്ഷിപ്പിലേക്ക് നമ്മുടെ ഗ്രൂ നുഴഞ്ഞു കയറി. എന്നിട്ട് അവന്റെ മുന്നിൽ നിന്ന് തന്നെ അവനെ വെല്ലുവിളിക്കുവാണ്. നിനക്ക് എങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ഈ ഡയമണ്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അന്നേരം ബ്രാറ്റ് നമ്മുടെ ഗ്രൂവിനെ കളിയാക്കുവാണ്. നീ പണ്ട് വലിയൊരു വില്ലൻ ആയിരുന്നല്ലോ, നിന്നെ കൊണ്ട് ഇപ്പോ ഇമേജ് ഇങ്ങനെ മാറ്റി എഴുതാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ രണ്ടും കൂടി അടിപിടിയായി നമ്മുടെ ഗ്രൂ ഈ ഡയമണ്ട് കൈക്കലാക്കി. എന്നാ ബ്രാറ്റിനെ പിടിക്കാനായിട്ട് അവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ബ്രാറ്റ് അവന്റെ പാട് നോക്കി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുപോയി. കാരണം ബ്രാറ്റിന് ഒരു ഡാൻസിങ് പവർ ഉണ്ട്. ആ ഡാൻസ് ഉപയോഗിച്ച് ടെക്നിക്കൽ വശം വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ഒത്തിരി വെപ്പൺസും യൂസ് ചെയ്യും. എന്നിരുന്നാലും ഗ്രൂവിന്റെ കയ്യിൽ ആ ഡയമണ്ട് സേഫ് ആണ്. ലൂസി അവനോട് പറഞ്ഞു, സാരമില്ല, അടുത്ത തവണ നമുക്ക് ഉറപ്പായിട്ടും ബ്രാറ്റിനെയും പിടിക്കാമെന്ന്. പക്ഷെ ബ്രാറ്റിനെ പിടിക്കാനായി ഇവർ ഒത്തിരി തവണ ഓരോ മിഷൻസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇപ്പോ AVLിലോട്ട് വരുമ്പോൾ ഇതിന്റെ ഹെഡായിരുന്ന റാംസ് ബോട്ടം ഇപ്പോൾ റിട്ടയർ ആയിട്ട് ഇതിന് പകരം വാലറി എന്ന പേരുള്ള ഒരു ലേഡിയാണ് ഇനി ഇതിന്റെ ഡയറക്ടർ. ഈ പുള്ളിക്കാരി ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തപ്പോ തന്നെ ഗ്രൂവിനെ വിളിക്കുകയാണ്. എന്നിട്ട് താൻ എത്ര തവണയായിടോ ബ്രാറ്റിനെ പിടിക്കാൻ ശ്രമിക്കുന്നു, അയ്യോ ഞാൻ ഡയമണ്ട് സേഫ് ആക്കി, ആ ഡയമണ്ട് സേഫ് ആക്കിയെങ്കിൽ നന്നായി, തന്നെ ഞാൻ ഇവിടെ നിന്ന് പിരിച്ചു വിടുക, തന്റെ ഭാര്യയായ ലൂസി ഇവിടെ വേണ്ട എന്നും പറയാണ് നമ്മുടെ വാലറി. പാവം നമ്മുടെ ഗ്രൂവിന് സങ്കടായി. ലൂസിയും പറഞ്ഞു, അയാള് ശരിക്കൊരു മണ്ടനാ, അയാളെ പിടിക്കാൻ എളുപ്പമാ, പക്ഷേ ഇവർക്ക് ആ ജോലി കിട്ടിയില്ല. അങ്ങനെ ഗ്രൂവും ലൂസി സങ്കടപ്പെട്ട് വീട്ടിലെത്തുകയാണ്. മക്കളോട് എങ്ങനെ ഇക്കാര്യം പ്രസന്റ് ചെയ്യുന്നൊന്നും അവർക്ക് അറിയത്തില്ല. വീട്ടിലെത്തിയ ഇവർക്ക് മക്കൾ ഒരു കിടിലൻ സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗ്രൂവും ലൂസിയും ഇപ്പൊ ആ പിള്ളേരുടെ അച്ഛനും അമ്മയാണല്ലോ. അപ്പോ അവരെ ആ ഒരു സ്ഥാനത്തിരുത്തി ആഘോഷിക്കാൻ വേണ്ടി പിള്ളേര് ഒരു കുട്ടി സർപ്രൈസ് വെച്ചതാണ്. പക്ഷെ ആ സർപ്രൈസിന്റെ സന്തോഷമൊക്കെ തന്നെ ഗ്രൂവും ലൂസിയും ഇവരുടെ ജോലി നഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ അതോടെ കെട്ടടങ്ങി പോവും. എന്നാലും പിള്ളേര് പറയും, സാരമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റൊരു ജോലി ശരിയാവട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ മിനിയൻസ് വിചാരിക്കുക ഗ്രൂ ശരിക്കും ഇനി ഒരു വില്ലൻ റോളിലേക്ക് മാറുമെന്നാണ്. പക്ഷെ ലൂസിക്കും മക്കൾക്കും ഗ്രൂ വാക്ക് കൊടുത്തിട്ടുണ്ട്, അവൻ ഒരിക്കലും ഇനി വില്ലനിസത്തിലേക്ക് തിരിച്ചു പോകത്തില്ല എന്ന്. അങ്ങനെ ഗ്രൂ പിള്ളേരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് നേരെ ബേസ്മെന്റിലോട്ട് പോകും. അപ്പൊ മിനിയൻസ് ഇങ്ങനെ ആകാംക്ഷയോടെ കണ്ടിരിക്കുകയാണ്, ഗ്രൂ ഇപ്പൊ വില്ലനാവും എന്ന മട്ടില്. പക്ഷെ ഗ്രൂ പറയും, ഇല്ല, എന്നെ കൊണ്ടത് സാധിക്കത്തില്ല. ഇത് കേൾക്കുന്ന മിനിയൻസ്, നിങ്ങൾ വില്ലൻ ആണെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളൂ, ഇത് ഞങ്ങൾ വേറെ പണി നോക്കി പോവാ എന്നും പറഞ്ഞ് അവരൊക്കെ പിരിഞ്ഞു പോകും. വേറെ 2 മിനിയൻസ് മാത്രമേ എന്തേലും ആവട്ടെ എന്നും കരുതിയിട്ട് നമ്മുടെ ഗ്രൂവിന്റെ കൂടെ നിൽക്കുള്ളൂ. ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോവും. ഇതേ സമയം ഫ്രാൻസിലുള്ള പാരീസിലെ മ്യൂസിയത്തിലേക്ക് ഈ ഡയമണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടുത്തെ മേയർ വന്നിട്ട് ഈ ഡയമണ്ട് പരിശോധിക്കുമ്പോൾ അങ്ങേര് തന്നെ അവിടെ സെക്യൂരിറ്റിക്ക് നിന്നവരെയൊക്കെ തന്നെ മയക്കുവെടി വെച്ച് വീഴ്ത്താണ്. നോക്കുമ്പോൾ ആ മേയറിന്റെ വേഷം കിട്ടി അവിടേക്ക് വന്നിരിക്കുന്നത് മറ്റാരും ആയിരുന്നില്ല, ആ ബ്രാറ്റ് ആയിരുന്നു. അങ്ങേര് ഇങ്ങനെ തന്നെയാണ്, ഒരാളെ ഒറ്റ തവണ കണ്ടു കഴിഞ്ഞാൽ അയാളായിട്ട് മാറാനുള്ള ഒരു കഴിവുണ്ട്, അതേപോലെ അഭിനയിക്കും. ഇവിടെ നമ്മുടെ ലൂസി ആണെങ്കിൽ ആ 3 പിള്ളേരുടെ അമ്മയാവാനുള്ള ഒരു മെച്യൂരിറ്റി അവൾക്ക് കിട്ടിയിട്ടില്ല എന്ന മട്ടിലാണ് ഇപ്പോഴും സംസാരിച്ചൊക്കെ നടക്കുന്നത്. ഗ്രൂപ്പ് ആകെ തനിച്ചായി, അവന്റെ ജോലി പോയി, മിനിയൻസ് പോയി. ആ സങ്കടത്തിലിരിക്കുന്ന ഗ്രൂവിനെ ലൂസി ഒന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്, ഒക്കെ നമുക്ക് സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഗ്രൂവിന് എന്തുകൊണ്ടോ എന്തോ അവൻ മിസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നീട് അവൻ ഓർക്കുന്നുണ്ട് വില്ലൻ ആവണോ എന്ന്, പക്ഷെ അത് പാടില്ല. ഇവിടെ ഗ്രൂവിന്റെ വീട് തെരഞ്ഞ ഒരാൾ വരുന്നുണ്ടായിരുന്നു. അയാള് കണ്ടുമുട്ടുന്നത് ഇവിടെ നിന്ന് പിണങ്ങിപ്പോയ മിനിയൻസിന്. അവന്മാരാണെങ്കിൽ ഗ്രൂവിന്റെ വീട്ടിലേക്കുള്ള വഴിയും പറഞ്ഞു കൊടുത്തില്ല. പിറ്റേ ദിവസം ഗ്രൂ എണീക്കുമ്പോ കാണുന്നത് ആഗ്നസ് അവളുടെ ടോയ്സ് ഒക്കെ വിൽക്കുന്നതാണ്. അച്ഛനും അമ്മയ്ക്കും പണി പോയില്ലേ, അപ്പൊ ഞാൻ എന്തായാലും ടോയ്സ് വിറ്റ് പൈസ ഉണ്ടാക്കാം എന്നൊക്കെയാണ് ആഗ്നസ് പറയുന്നത്. തലേ ദിവസം ഇവന്റെ വീട് അന്വേഷിച്ച് നടന്നിരുന്നയാള് ഇപ്പൊ ഗ്രൂവിന്റെ അടുത്തോട്ട് തന്നെ കറക്റ്റ് ആയിട്ട് എത്തി. അങ്ങേരുടെ പേര് ഫ്രിറ്റ്സ് എന്നായിരുന്നു. ഫ്രിറ്റ്സ് ഗ്രൂവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ട്വിൻ ബ്രദർ ഉണ്ട്, നിങ്ങളുടെ അച്ഛൻ ഈ അടുത്താണ് മരിച്ചുപോയത്, അതുകൊണ്ട് നിങ്ങളുടെ ട്വിൻ ബ്രദർ നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ഗ്രൂ പറയും, താൻ എന്തോന്നാടോ പറയുന്നത്, ഞാൻ ജനിച്ചവിടെ എന്റെ അച്ഛൻ മരിച്ചുപോയി. പക്ഷേ ഫ്രിറ്റ്സ് എന്ന് പറയുന്ന ഇയാളൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്രീഡോണി എന്ന സ്ഥലത്താണ് നിങ്ങളുടെ ട്വിൻ ബ്രദറിന്റെ വീടെന്ന് പറയുന്നു. ഗ്രൂ ഉടനെ തന്നെ ഈ ഫോട്ടോ ആയിട്ട് അവന്റെ അമ്മയുടെ അടുത്തോട്ട് പോയി. അവന്റെ അമ്മ നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മയോട് ഗ്രൂ കാര്യം ചോദിക്കുമ്പോൾ അമ്മ പറയും, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ നിങ്ങൾ ജനിച്ച ഉടനെ തന്നെ ഞാനും നിന്റെ അച്ഛനും കൂടി ഡിവോഴ്സ് ആയി. അപ്പോൾ ഓരോ കുഞ്ഞിനെ വെച്ച് ഞങ്ങൾ എടുത്തു, ഞങ്ങൾ
ഒന്നിച്ചെടുത്ത തീരുമാനമാണ് നിങ്ങളെ പരസ്പരം അറിയിക്കരുത് എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഗ്രൂവിന്റെ ബ്രദർ എന്നറിയപ്പെടുന്ന ഡ്രൂവിന്റെ അരികിലേക്ക് ഇവര് ഫാമിലി അടക്കം ഒരു ട്രിപ്പ് പോലെ പോവാണ് ഫ്രീഡോണിയ എന്ന സ്ഥലത്തോട്ട്. അതൊരു കുഞ്ഞ് ഐലൻഡ് ആണ്. ഇവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഡ്രൂവിന്റെ വീട് ഒരു കൊട്ടാരം പോലുള്ള സ്ഥലമാണ്. അതിന്റെ വെളിയിൽ ഒത്തിരി പന്നികളുണ്ട്. അവിടെ പുള്ളി ഒരു പന്നി ഫാം ആണ് നടത്തുന്നത് അത്രേ. അങ്ങനെ ഡ്രൂവിന്റെ കൊട്ടാരത്തിലേക്ക് ഇവര് കയറുമ്പോഴും അവിടെ ഫുള്ള് പന്നികളെ കൊണ്ട് ഒരു വൈബാണ്. കൊട്ടാരം തന്നെ അലങ്കരിച്ചിരിക്കുന്നത് പന്നികളുടെ ടെക്സ്ചർ ഒക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്വിൻസ് ബ്രദേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ആദ്യമായിട്ട് കാണുന്ന അവരുടെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു. ഡ്രൂവിന്റെ മക്കളെയും ഭാര്യയെയും ഡ്രൂ വന്ന് വിഷയുന്നുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ അങ്കിളാണല്ലോ നമ്മുടെ ഡ്രൂ. അതുപോലെ ലൂസിയോടും ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ നിനക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ കുറെ നേരം ഈ വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞ് മക്കൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ പരിചയപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ ഡ്രൂ പറഞ്ഞു, ഗ്രൂ എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണം. അപ്പൊ ലൂസി പറയും, ഓക്കെ നിങ്ങൾ തനിച്ച് സംസാരിച്ച ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഫ്രിഡ്സിന്റെ കൂടെ ഇവര് ഈ സ്ഥലത്തോട്ടൊന്ന് കറങ്ങാൻ പോകുന്നു. ഇതേ സമയത്ത് നമ്മൾ ബ്രാറ്റിനെ നോക്കുകയാണെങ്കിൽ ബ്രാറ്റ് വീണ്ടും അടുത്തതായിട്ടുള്ള ഒരു വില്ലൻ പരിപാടിക്കുള്ള തയ്യാറെടുപ്പിലാണ്. അവനിപ്പോ എന്തായാലും ഡയമണ്ട് മോഷ്ടിച്ചു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം? കുറച്ചുകൂടെ സൂപ്പർ ആയിട്ടുള്ള കാര്യം ചെയ്യണം. എന്നെ ഒഴിവാക്കിയ ആ ഹോളിവുഡ് അത് വേണം അടുത്തതായി നശിപ്പിക്കേണ്ടത് എന്ന് ബ്രാറ്റ് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി വലിയൊരു വില്ലൻ പാവ തയ്യാറാക്കാൻ വേണ്ടി അവൻ തീരുമാനിച്ചു. ഗ്രൂ അങ്ങനെ നമ്മുടെ ഡ്രൂവിന്റെ കൂടെ നടക്കുമ്പോൾ ഡ്രൂ ഒരു ബേസ്മെന്റിലോട്ട് ഡ്രൂവിനെ കൊണ്ടുപോകും. എന്നിട്ട് ഇവരുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ തുടർന്ന് വരുന്ന ഒരു കാര്യമുണ്ട്. അത് വില്ലത്തരമാണ്. പക്ഷെ ഡ്രൂവിനെ കൊണ്ട് അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അവനെ ഒരു വില്ലൻ ആവാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഗ്രൂ പണ്ട് കാലത്ത് ആരാധിച്ചിരുന്ന ഒരു വില്ലൻ ഉണ്ട്, ബാൾഡ് ടെറർ. യഥാർത്ഥത്തില് ഇങ്ങേര് നമ്മുടെ ഗ്രൂവിന്റെ അച്ഛനാണ്. ഇക്കാര്യമൊക്കെ ഡ്രൂ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അച്ഛന് നിന്റെ വില്ലത്തരങ്ങളൊക്കെ കാണുമ്പോൾ നിന്നെ ഓർത്ത് ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുള്ളിക്കാരന്റെ കണ്ണിൽ ഒരു തോൽവിയായിരുന്നു. കാരണം എനിക്ക് വില്ലനിസ് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് നീ എന്നെ വില്ലൻ ആവാൻ പഠിപ്പിക്കണം. പക്ഷെ ഗ്രൂ പറയും, ഇല്ല ഞാൻ വില്ലത്തരൊക്കെ നിർത്തി. പക്ഷെ ഡ്രൂ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അച്ഛന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വില്ലൻ വണ്ടി ഓണാക്കുമ്പോൾ ഗ്രൂവും ഓക്കെ ഞാൻ കൂടെ വരാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഡ്രൂവിനെ വില്ലത്തരം പഠിപ്പിക്കാനായിട്ട് ഗ്രൂ പോവാണ്. പക്ഷേ ഗ്രൂവിന്റെ മനസ്സിൽ ഒരു ചെറിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. അവൻ അതിന്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ലൂസിയുടെ കൂടെ പിള്ളേര് ഇവിടുത്തെ ഫ്രീഡോണിയ ടൗണിൽ കറങ്ങി നടക്കുമ്പോൾ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. കുറച്ച് പയ്യന്മാർ പ്ലേറ്റിൽ ചീസ് വെച്ച് നിൽക്കുന്നുണ്ട്. കൊച്ചു പെണ്ണുങ്ങൾ വന്നിട്ട് അതിൽ ഇഷ്ടപ്പെട്ട ഒരു പയ്യന്റെ അടുത്ത് നിന്ന് ചീസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൂസി ആണെങ്കിൽ പിള്ളേരോട് ഇടപെടുന്നത് കാണുമ്പോൾ മാർഗ വന്നിട്ട് പിള്ളേരോട് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറയാണ്. ലൂസി ആവട്ടെ അമ്മ എന്ന സ്ഥാനം മുതലെടുത്തിട്ട് നമ്മുടെ മാർഗോയോട് സ്ട്രിക്റ്റ് ആയിട്ട് പോയി ആ പയ്യന്റെ അടുത്ത് നിന്ന് ചീസ് ആരും എടുത്തില്ല, നീ പോയിട്ട് എടുക്കണം എന്നൊക്കെ പറയും. അവൾ അങ്ങനെ പോയിട്ട് അതെടുക്കും. ആ സമയത്തേക്ക് എഡിത്തിനെയും ആഗ്നസിനെയും അവിടെ കാണുന്നുണ്ടായിരിക്കില്ല. അവളുമാരെ തൊട്ടപ്പുറത്തൊരു കടയില് യൂണിക്കോണിന്റെ കൊമ്പിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ചോദിക്കുമ്പോൾ ആ കടക്കാരൻ ഒരു കഥ പറഞ്ഞു കൊടുക്കും. ഇവിടെ അടുത്ത് ഒരു ഉൾക്കാടുണ്ട്. ആ ഉൾക്കാടിലേക്ക് മനസ്സ് ശുദ്ധമായിട്ടുള്ള പെൺകുട്ടികൾ ചെന്നാല് അവിടെ നിന്ന് ഒരു യൂണിക്കോൺ അവരുടെ കൂടെ വരും. അങ്ങനെ കിട്ടിയ ഒരു യൂണിക്കോണിന്റെ കൊമ്പാണിതെന്നൊക്കെ ആ കടക്കാരൻ പറയുമ്പോൾ യൂണിക്കോണിനെ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആഗ്നസ്. ലൂസി ആണെങ്കിൽ പിള്ളേരെ അവിടെ ആരാണ്ട് പിടിച്ചു വെച്ചേക്കുക എന്ന് വിചാരിച്ച് അവിടെ പോയി അവന്മാരെയൊക്കെ ഇടിച്ചിട്ടിട്ടാണ് ഇവരെയും കൊണ്ട് പുറത്തു വരുന്നത്. ഇവിടെ ഡ്രൂ ആദ്യമായിട്ട് വില്ലനിസം കാണിച്ച് 2 ലോലിപോപ്പ് മോഷ്ടിക്കും. ഇതിന്റെ പേരിൽ കുറെ പോലീസുമാര് ഇവരുടെ പിറകെ വരും. എന്തുകൊണ്ട്? ഒരു ലോലിപോപ്പ് മോഷ്ടിച്ചതിന്റെ പേരിൽ കേട്ടോ. അങ്ങനെ ആ ലോലിപോപ്പിന് പൈസയും കൊടുക്കാതെ വേണമെന്നും കരുതി ഇവര് ആ വില്ലൻ വണ്ടിയിൽ ഇവിടെ നിന്ന് പോകുന്നു. പിറകെ പോലീസുകാർ വരുന്നു. വല്ലാത്തൊരു മോഷണമായി പോയി. അങ്ങനെ അവര് രക്ഷപ്പെടുമ്പോൾ നമ്മുടെ ഡ്രൂ വിചാരിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും സൂപ്പറാണ്, കണ്ടില്ലേ എന്നെ വില്ലൻ ആവാൻ പഠിപ്പിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാണ്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ മിനിയൻസിനെയാണ്. ജോലി അന്വേഷിച്ചു പോയ ഇവന്മാര് ഒരു ഷോ നടക്കുന്ന സ്റ്റേജിലോട്ട് കയറും. അവിടെ ഒരു പാട്ട് ഷോ ആണ്, റിയാലിറ്റി ഷോ ആണ് നടക്കുന്നത്. ഇവന്മാര് സ്റ്റേജിലോട്ട് കയറിയപ്പോഴാണ് അവിടെ പാട്ട് പാടണം എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇവന്മാര് വായി തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടൊരു പാട്ട് അങ്ങോട്ട് പാടും. അവിടെ കൂടിയിരിക്കുന്ന ജഡ്ജസിനും കാണികൾക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടും. പക്ഷെ ഇവരുടെ പിറകെ വന്നിട്ടുണ്ടായിരുന്ന പോലീസുമാര് ഇവര് ശരിക്കും പെർമിഷൻ ഇല്ലാതെ അങ്ങോട്ട് കയറിയെന്നും പറഞ്ഞ് അവരെ നേരെ പിടിച്ചോണ്ട് പോയിട്ട് ജയിലിലിട്ട് വെക്കും. ഇവിടെ നമ്മുടെ ഡ്രൂ ആണെങ്കിൽ ഗ്രൂവിനോട് ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താ മോഷ്ടിക്കാൻ പോകുന്നത്, സേഫ്റ്റി പിന്നാണോ അതോ വല്ല ബോക്സ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗ്രൂ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ബൽത്തസാർ ബ്രാറ്റിന്റെ അടുത്ത് നിന്ന് ഡയമണ്ട് എടുക്കാമെന്ന്. അങ്ങനെ അവരിത് പ്ലാൻ ചെയ്യും. ശേഷം ഇത് ലൂസിയോട് പറയരുതെന്നും നമ്മുടെ ഡ്രൂവിനോട് പറയും. അങ്ങനെ ഇവര് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഇക്കാര്യം മറച്ചു പിടിക്കാൻ വേണ്ടി ഇവര് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചളവള സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അറിയാതെ വായിൽ നിന്ന് ഇവരിനി ഡയമണ്ട് മോഷ്ടിക്കാൻ പോവുകയാണെന്നുള്ളത് ലൂസിയുടെ അടുത്ത് ചെന്നാലോ ഒന്നും വിചാരിച്ചിട്ട്. ആഗ്നസ് ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഉൾക്കാട്ടിലോട്ട് പോകണം എന്ന് തീരുമാനിച്ചത് എഡിത്ത് ഗ്രൂവിനോട് പറയും.
അങ്ങനെ ഗ്രൂ പോയിട്ട് ആഗ്നസിനോട് മോളെ അത് അപകടമല്ല എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ അവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പരീക്ഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ എന്തായാലും നാളെ പോവാ, എന്റെ മനസ്സ് ശുദ്ധമല്ലേ, ഞാൻ ഇന്നസെന്റ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നസെന്റ് ജഗതിയൊക്കെ അവിടെ നിൽക്കട്ടെ, നീ നാളെ പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂ അവിടെ നിന്ന് പോകും. ഇപ്പൊ ജയിലിലായിട്ടുള്ള മിനിയൻസ് ഇവിടെ അങ്ങനെ നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. അവർ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കടക്കാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ തലയിൽ ഒരു ബുദ്ധി ഉദിക്കും, ഇവിടെ നിന്നൊരു എയർഷിപ്പ് ഉണ്ടാക്കണം. എയർഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കക്കൂസുകൾ വേണം. അങ്ങനെ അവിടുത്തെ കക്കൂസുകൾ ഇളക്കി പറിക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടാതെ ഗ്രൂവിന്റെ അടുത്ത് നിന്ന് പോന്നപ്പോഴാണ് ഗ്രൂവിനെ അവരെ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യവും ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ഡയമണ്ട് മോഷ്ടിച്ച നമ്മുടെ ബ്രാറ്റ് അതിന്റെ ആ ഒരു മോട്ടിവേഷനിൽ വലിയൊരു ഇവന്റെ തന്നെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപയോഗിച്ച് ഈ ഹോളിവുഡ് നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പണ്ടത്തെ ഇവന്റെ ഒരു സ്റ്റോറി തന്നെ അവൻ എടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു പ്രതിമയിലെ ലേസർ ഫിറ്റിംഗ് എല്ലാം വെച്ച് അതിനുശേഷം ഇതുപയോഗിച്ച് ഹോളിവുഡ് നശിപ്പിക്കണം. ഇപ്പൊ എടുത്തും ആഗ്നസും ആവട്ടെ ഉൾക്കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. യൂണിക്കോണിനെ ആകർഷിക്കാനായിട്ട് ആഗ്നസ് ഒത്തിരി മിഠായികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ഗ്രൂവിന് എങ്ങനെയാണ് ഡയമണ്ട് ബ്രാറ്റിന്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറയുന്ന പ്ലാനിനിടയ്ക്ക് നമ്മുടെ ഗ്രൂ പറയും, നിന്നെ ഞാൻ ഷിപ്പിലിരുത്തി പോവും, ഞാനാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഗ്രൂ ചോദിക്കും, അതെങ്ങനെ ശരിയാവും, ഞാൻ നിന്റെ കൂടെ വരും മോഷ്ടിക്കാനെന്ന്. പക്ഷെ നീ ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് നീ പിഴവുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. ഈ ഷിപ്പിൽ വെയിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ റോൾ എന്നൊക്കെ പറയുമ്പോൾ ഗ്രൂ അതിനെ സമ്മതിക്കും. അങ്ങനെ ഗ്രൂ ബാക്കി പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഗ്രൂവിന്റെ ഒരു കൊട്ടാരമാണ്. അവിടേക്ക് നേരത്തെ നമ്മുടെ മാർഗോ ചീസ് എടുത്ത് കഴിച്ചില്ല, ആ പയ്യൻ വരും. എന്നിട്ട് എന്റെയും മാർഗോയുടെയും എൻഗേജ്മെന്റ് എന്നാ ചോദിക്കുമ്പോൾ നമ്മുടെ ലൂസി അവനെ ഓടിച്ചിട്ട് വിടും. അപ്പൊ മാർഗോക്ക് ഇതൊരു അപമാനമായെന്ന് പറയുമ്പോൾ ലൂസി അവളോട് സോറി പറയും. അപ്പോഴേക്ക് ആ പയ്യന്റെ അമ്മയും വന്ന് എന്റെ ചെറുക്കൻ വന്ന് എൻഗേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അവനെ ഓടിച്ചു വിട്ടോ എന്ന് ചോദിക്കുകയാണ്. എന്റെ കൊച്ചിന്റെ അടുത്തേക്ക് നിങ്ങൾ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ് വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ തള്ളയെയും ലൂസി ഓടിച്ചു വിടും. അപ്പൊ മാർഗോ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മദർ ആണെന്നൊക്കെ പറയും. ആഗ്നസും എടുത്തും കാത്തിരിക്കുകയാണ് യൂണിക്കോൺ വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. നോക്കുമ്പോൾ ഒറ്റക്കൊമ്പുള്ള ഒരു വെള്ള കളറുള്ള കുഞ്ഞു ചെമ്മരിയാട് അങ്ങോട്ട് വന്ന് അത് കഴിക്കുകയാണ്. ആഗ്നസ് അതൊരു യൂണിക്കോണാണെന്നും കരുതി ഓടിപ്പോയി അതിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇതാടല്ലേ എന്ന് എടുത്തിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആരും കാണാതെ ഗ്രൂ ആണെങ്കിൽ ഇപ്പൊ കടലിന്റെ നടുക്കുള്ള നമ്മുടെ ബൽത്തസാറിന്റെ താവളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഇവരൊരു സ്പെഷ്യൽ സ്യൂട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇത് ഉപയോഗിച്ച് ഒത്തിരി ടെക്നിക്സും കാര്യങ്ങളുണ്ട്. അതായത് ഒരു സ്ഥലത്ത് അള്ളിപ്പിടിച്ച് കയറണമെങ്കിൽ കയറാം, അതുപോലെ ബലൂൺ വീർപ്പിക്കണമെങ്കിൽ വീർപ്പിക്കാം, അങ്ങനെയൊക്കെ. പക്ഷെ ഡ്രോവിന് ഇതൊന്നും ചെയ്തു പരിചയമില്ലാത്തത് കൊണ്ട് അവൻ നന്നേ വിഷമിക്കുന്നുണ്ട് ഈ സ്യൂട്ട് ഉപയോഗിക്കാൻ തന്നെ. അങ്ങനെ ഗ്രൂ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഓരോ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും. സെൻസർ വരുന്ന സമയത്ത് കാമോഫ്ലേജ് എന്ന ഓപ്ഷൻ എടുത്തിട്ടാണ് അവിടെ ഭിത്തിയിൽ അവൻ പറ്റിച്ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഗ്രൂ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഓരോരോ കാര്യങ്ങളെല്ലാം ചെയ്ത് ബൽത്തസാറ് കാണാതെ ഇവര് ബൽത്തസാറിന്റെ ആ കോട്ടയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറും. അപ്പൊ ബൽത്തസാറ് നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ. ഡ്രൂവിന് നല്ലോണം പേടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മുടെ മിനിയൻസ് ആവട്ടെ ഇവിടെ കക്കൂസ് എല്ലാം സെറ്റാക്കിയിട്ട് ഇപ്പോൾ വലിയൊരു എയർഷിപ്പ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ അവർക്ക് കൊടുത്തിട്ടുള്ള ഡ്രസ്സൊക്കെ അഴിച്ച് അത് തുന്നിപ്പിടിപ്പിച്ച് ഒരു പാരച്യൂട്ട് കണക്ക് ഒരു ബലൂൺ പോലെ ആക്കി ഇവിടെ നിന്ന് ഈ ഒരു ജയിലിൽ നിന്ന് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ രക്ഷവിട്ട് വെളിയിലോട്ട് വരികയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ബൽത്തസാറിനെ ഉണർത്താതെ ഇവർ ഡയമണ്ട് കൈക്കലാക്കാൻ നോക്കും. പക്ഷെ പുള്ളിക്കാരൻ അപ്പോഴേക്കും മുള്ളാമുട്ടി അവിടെ നിന്ന് എണീറ്റ് പോകും. കൂടെ ആ ഡയമണ്ട് എടുത്തോണ്ട് പോകും. അങ്ങനെ അയാളെ ഫോളോ ചെയ്തു പോകുമ്പോൾ അയാളുടെ അവിടെ മെക്കാനിസം ഒക്കെ, അതായത് മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് ഇവരെത്തും. അപ്പൊ ഇങ്ങേർക്ക് ഈ ബബിളുകൾ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ ഒത്തിരി ഡ്രോൺസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിനിടയ്ക്ക് ഡ്രൂ ഒരു ബബിൾക്കം എടുത്ത് കഴിക്കും. അപ്പോഴേക്ക് ബൽത്തസാറ് ഇവരെ കാണും. ആ ബബിൾക്കത്തിന്റെ പശയിൽ അങ്ങേരെ ഒട്ടിപ്പിച്ച് നിർത്തിയിട്ട് ഇങ്ങേരുടെ കയ്യിലുള്ള ഡയമണ്ട് തട്ടിയെടുത്ത് ഗ്രൂ വെള്ളിയിലോട്ട് ഓടും. എന്നിട്ട് ഡ്രൂവിനോടും പിറകെ വരാനായിട്ട് പറയും. ഇവര് അവിടെ നിന്ന് താഴേക്ക് ചാടുമ്പോഴേക്ക് ലൂസി വന്ന് ഇവരെ രക്ഷപ്പെടുത്തും. അങ്ങനെ നമ്മുടെ ലൂസിയോട് ഗ്രൂ സംസാരിക്കുമ്പോഴാണ് ഡ്രൂവിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഗ്രൂ ശരിക്ക് ഈ ഡയമണ്ട് മോഷ്ടിച്ചത് ഏവിയലിലേക്ക് ഇത് തിരികെ കൊടുത്ത് വീണ്ടും ഇവരുടെ ജോലി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഇതിന്റെ പേരിൽ ഇവന്മാര് വഴക്കടിച്ച് പിരിയും. ഞാൻ തന്റെ അനിയനല്ല എന്ന് നമ്മുടെ ഡ്രൂ പറയുമ്പോൾ അത് തന്നെയാ നല്ലതെന്ന് ഗ്രൂവും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ മിനിയൻസ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ പാറി പറന്ന് നല്ല ശാന്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശാന്തമെന്ന് പറഞ്ഞു തീർന്നില്ല, അവന്മാരുടെ സ്വഭാവം എപ്പോഴാ മാറുക എന്ന് പറയാൻ പറ്റില്ല.
അങ്ങനെ നമ്മുടെ ഡ്രൂവിന്റെ വീട്ടിൽ നിന്ന് ഗ്രൂവും പിള്ളേരും ലൂസി ഇറങ്ങായിരിക്കും. അങ്ങനെ ലൂസി ഈ ഡയമണ്ടും പിള്ളേരെയും എടുത്തുകൊണ്ട് നേരെ അവർ വന്നിട്ടുള്ള ആ ഒരു എയർഷിപ്പ്, അതായത് എയറോപ്ലെയിനിലോട്ട് പോയി കയറും. ഗ്രൂ നമ്മുടെ ഡ്രൂവിനോട് യാത്ര പറയാൻ നിൽക്കും. അപ്പോഴാണ് എയറോപ്ലെയിനിൽ കയറിയിട്ടുള്ള നമ്മുടെ ലൂസി ശരിക്ക് ആ ബൽത്തസാർ വേഷം കിട്ടിയതാണെന്ന് മനസ്സിലാവുന്ന. ഒറിജിനൽ ലൂസിയെ ഇവരിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ലൂസിയും ഗ്രൂവും പോയിട്ട് ഡ്രൂവിനോട് കാര്യങ്ങളൊക്കെ പറയും. ശേഷം നമ്മുടെ ബൽത്തസാറ് ഇപ്പോൾ ഹോളിവുഡിലേക്ക് പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവർ പോകും. ഇതേസമയം നമ്മുടെ മിനിയൻസും ഇത് കാണുന്നുണ്ട്. അങ്ങനെ മിനിയൻസ് നമ്മുടെ ഗ്രൂവിനെ സേഫ് ആക്കാൻ വേണ്ടി, ഗ്രൂവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പിറകെ വിടും. ബൽത്തസാർ ആവട്ടെ ഹോളിവുഡ് നശിപ്പിക്കാനായിട്ട് അവൻ ഉണ്ടാക്കിയ ആ വലിയ ബൽത്തസാർ പാവയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലേസർ രശ്മി പുറത്തേക്ക് വരുത്തിപ്പിച്ച് ഈ ഹോളിവുഡിന്റെ ഒരു ഭാഗം ഫുൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗം ബഹിരാകാശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കണം. അതൊക്കെയാണ് അവന്റെ പുതിയ പ്ലാൻ കേട്ടോ. ആ സമയം ഈ പിള്ളേർ അവിടെ പെട്ട് കിടക്കുന്നുണ്ട്. മാർഗോയും എടുത്തും ആഗ്നസും. ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഡ്രൂവിന്റെ അടുത്ത് നിന്ന് ലൂസി പോവും. ലൂസി പോയിട്ട് നേരെ പിള്ളേരുടെ അടുത്തോട്ട് ചാടി വീണ് അവരെ രക്ഷപ്പെടുത്താൻ നോക്കും. ബൽത്തസാർ ആ ഒരു പാവയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവന്റെ ആ ഒരു വലിയ പാവയുടെ ഉള്ളിൽ നിന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രൂ ആവട്ടെ അവിടെ ഇവൻ എതിർക്കാൻ പോയിട്ട് അവിടെ ഇപ്പൊ ബോധം കിട്ടി കിടക്കായിരിക്കും. ഡ്രൂ അന്നേരം ഈ പാവയിൽ അള്ളി പിടിച്ച് കയറുന്നുണ്ട്. ലൂസി എപ്പോഴേക്ക് പിള്ളേരെ സേഫ് ആക്കിയിട്ട് താഴെ നിർത്തും. എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് പോവും. അന്നേരത്തേക്ക് നമ്മുടെ മിനിയൻസും അവിടെ എത്തുന്നുണ്ടായിരിക്കും. ഡ്രൂ അവന്റെ പാവയിലോട്ട് കയറി ഇവൻ വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നതിൽ നിന്ന് ഒരു വയർ അങ്ങോട്ട് കടിച്ചങ്ങ് മുറിക്കും. അതോടുകൂടി ബൽത്തസാറിന്റെ പാവ ദേ കിടക്കുന്ന താഴെ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡ്രൂ പെട്ടുപോകും. ഗ്രൂ പിന്നീട് അവനെ വന്നിട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യും. അവിടെ നിന്നിരുന്ന ബൽത്തസാറിന്റെ ഉക്കുലേലുണ്ട്. ഈ ഉക്കുലേല് വെച്ചിട്ടാണ് എപ്പോഴും ബൽത്തസാറ് മറ്റുള്ളവരെ കീഴടക്കാറുള്ളത്. അത് കൈക്കലാക്കി ബൽത്തസാറിനെ തന്നെ ഇപ്പൊ അത് വെച്ച് തിരിച്ചടിക്കും. അതുകൂടാതെ അവനെ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഡ്രൂവിനെ രക്ഷപ്പെടുത്തി നമ്മുടെ ലൂസി അങ്ങോട്ട് വരും, പിള്ളേർ അങ്ങോട്ട് വരും. അതുകൂടാതെ നമ്മുടെ മിനിയൻസും മഴ പോലെ അങ്ങോട്ട് പെയ്തിറങ്ങും. അങ്ങനെ വില്ലത്തരമല്ല ഏറ്റവും വലുത്, നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന പുഞ്ചിരിയാണെന്ന് ഡ്രൂവിനും മനസ്സിലായി. അതായത് കുടുംബപരമായിട്ട് അവർ വില്ലന്മാരാണെങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിച്ചാലും കുഴപ്പമില്ല എന്ന് മനസ്സിലായി. പക്ഷേ വില്ലത്തരം കാണിക്കണം എന്നുള്ളത് അവന്റെ ആഗ്രഹമായതുകൊണ്ട് നമ്മുടെ ഗ്രൂ തടഞ്ഞു വെച്ചിട്ട് പോലും മിനിയൻസിന്റെ കൂടെ ഇപ്പോൾ ഡ്രൂ ആണ് വില്ലത്തരങ്ങൾക്ക് കൂട്ടുപോകാറുള്ളത്. എന്തായാലും മിനിയൻസിന് അത് ഇഷ്ടമാണ്. അപ്പൊ ഗ്രൂ ഒരു കാര്യം തീരുമാനിച്ചു, അവര് വില്ലത്തരം കാണിക്കട്ടെ, അവരെ പിടിക്കാനായിട്ട് നമുക്ക് പോവാമെന്ന്. അങ്ങനെ ഗ്രൂവും ലൂസിയും ഇപ്പോൾ ഡ്രൂവിന്റെയും മിനിയൻസിന്റെയും കൂടെ പോകുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് 2017 പുറത്തിറങ്ങിയ ഡെസ്പിക്കബിൾ മീ 3 എന്ന മനോഹരമായ അഡ്വഞ്ചറസ് ആയ ഈ ഒരു സൂപ്പർ ഹിറ്റ് മൂവി അവസാനിക്കുന്നത്. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് ഈ ഒരു ഡെസ്പിക്കബിൾ മീയുടെ ഈ ഒരു പാർട്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അപ്പോൾ ടോട്ടൽ നമ്മൾ 3 ഡെസ്പിക്കബിൾ മീയുടെ പാർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മുൻപത്തെ മൂവീസ് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കാം. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാം തന്നെ ഒരുപോലെ കോമഡിയാണ്, ഒരുപോലെ അഡ്വഞ്ചറസ് ആണ്. നല്ല സൂപ്പർ ആയിട്ട് ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള മൂവീസ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണോ എന്ന് പറഞ്ഞ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറിന്റെ പേര് അനജ്. അപ്പോൾ അനജിന് ഒരു വലിയ ഹായ്. ഇത്തരത്തില് നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണമെന്നുള്ള കൂട്ടുകാര് പേരുകൾ കമന്റ്സ് ആയിട്ടിടുക. ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കണം എന്നുള്ള കൂട്ടുകാര് ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപായിട്ട് എന്നാണ് ബർത്ത്ഡേ എന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്നും കമന്റ്സ് ആയി പറയാട്ടോ. പിന്നെന്താ, നിങ്ങളുടെ മൂവി സജഷൻസ്, സീരീസ് സജഷൻസ് എല്ലാം തന്നെ കമന്റ്സ് ആയി പറയാൻ മറക്കരുത്. പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ആനിമേഷൻ ആണോ എന്ന്. ആനിമേഷൻസ് ആട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആനിമേഷൻ ആണോ എന്ന് നോക്കുക. നിങ്ങൾ തന്ന സജഷൻ നമ്മളെല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. ചിലത് ഫയൽസ് കിട്ടില്ല, ചിലത് ഫയൽസ് കിട്ടിയാലും ചില കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ അത് മാത്രമേ നമ്മൾ ചെയ്യാതിരിക്കുള്ളൂ. ബാക്കി നിങ്ങൾ തരുന്ന സജഷൻസ് ഒക്കെ തന്നെ നമ്മൾ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് നമ്മുടെ ചാനലിലൂടെ കാണണം എന്നുള്ളത് നിങ്ങൾ കമന്റ്സ് ആയി പറയാം കേട്ടോ. പിന്നെ അത്രയൊക്കെയുള്ളൂ. നമുക്ക് എന്നാൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.